ഇനി ഇവരുടെ കല്യാണമാണ്. ഇവരെ ഇനിയും ഒന്നിക്കാനായിട്ട് പോവാണ് സുഹൃത്തുക്കളെ. ആയിരിക്കും. അപ്പൊ കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 1.5 മാസം കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ 1.5 മാസം കഷ്ടിയുള്ളൂ അല്ലേ? ചിന്നനൊക്കെ ഉണ്ട്. ചിന്നൊക്കെയാണ് അതിന്റെ ഇവിടെ ഉറപ്പ് കേട്ടോ. കേട്ടോ അതായത് എനിക്ക് കല്യാണത്തിനൊന്ന് ഇടംവൃത്തിയായത്. അപ്പോൾ അതിൻ്റെ തുണി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതിൽ കൊടുക്കാനുള്ളൊരു ഡിസൈനുമാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ചിന്ന 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 ആ പാട്ട് അവന് ഇഷ്ടം. നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം കണ്ണപ്പൻ, നിങ്ങളുടെ സ്വന്തം ദാസപ്പൻ. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ദാസപ്പന്റെ കല്യാണം ഇങ്ങ് അടുക്കാറായിട്ടുണ്ട് കേട്ടോ. അപ്പൊ കല്യാണത്തിനുള്ള ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണല്ലേ? അതെ. അതുപോലെ ശ്രീകുട്ടിക്കുള്ള കല്യാണപ്പുടവൊക്കെ എടുത്തായിരുന്നു. പക്ഷെ ഇവരുടെ കല്യാണ ഡ്രസ്സ് ഒന്നും ഇതുവരെ എടുത്തിട്ടൊന്നുമില്ല. അപ്പൊ നമ്മള് കല്യാണ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോകണല്ലേടാ? അതെ. അപ്പം ഇനിയും കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അത് നിങ്ങളെ അറിയിക്കാം കേട്ടോ എന്നാന്നുള്ളതൊക്കെ അല്ലേ? അറിയിക്കുന്നതായിരിക്കും. അപ്പൊ കുറച്ച് ദിവസം കൂടെ മാത്രമേ ഉള്ളൂ. ഏകദേശം പോയി കഴിഞ്ഞാൽ ഒരു 1.5 മാസം കൂടെ കൂടിപ്പോയി കഴിഞ്ഞാൽ 1.5 മാസം കഷ്ടിയുള്ളൂ അല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ ഒരു സ്ഥലത്ത് തന്നെയാണ്. അപ്പൊ ശ്രീകുട്ടി അവിടെ നിന്ന് വന്നിട്ടുണ്ടല്ലേ? ചങ്ങനാശ്ശേരിയിലുള്ള ഒരു ബൊട്ടീക്കിലാണ് കൊടുക്കുന്നത്. എന്റെ ബ്ലൗസ് വർക്കും ചെയ്യിക്കണം, ദാസപ്പനുള്ള കുർത്തയും ഡിസൈൻ ചെയ്യിക്കണം, പിന്നെ യേശുവിനും കണ്ണപ്പഞ്ചേട്ടനുള്ള ഡ്രസ്സ്. നമ്മ എല്ലാം അവിടെയാണ് അവർക്ക് ഏൽപ്പിക്കുകയാണ് എല്ലാ ഡ്രസ്സും. അപ്പൊ ഇനിയും കുറച്ച് ദിവസം മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. ഇനിയും നിങ്ങളോടൊന്നും പറഞ്ഞിട്ടൊന്നും ഇല്ല. അപ്പോൾ ഡേറ്റ് ഞങ്ങൾ പറയാം വരുന്ന വീഡിയോക്കകത്ത്. അപ്പോൾ ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം ഇനി ഞങ്ങൾക്ക് ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ ഞങ്ങളിപ്പോൾ തിരുവല്ല കേട്ടോ ഉള്ളത് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയാണെങ്കിൽ രാവിലെ അവിടെ നിന്ന് ട്രെയിൻ കയറി എത്തിയതാണ് ഈ ഒരു കാര്യത്തിന് വേണ്ടി. ഇവരുടെ കല്യാണമാണ്. ഇവരെ ഇനിയും ഒന്നിക്കാനായിട്ട് പോവാണ് സുഹൃത്തുക്കളെ. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ചിന്നനൊക്കെ ഉണ്ട്. ചിന്നൊക്കെയാണ് അതിൻ്റെ ഇവിടെ ഉറപ്പ് കേട്ടോ. ഊർക്കം വലിച്ചു കിടന്ന് ഉറങ്ങുക പുള്ളി കേട്ടോ. പുള്ളി വെയിലത്താണ്. അപ്പം ഇതൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ. അപ്പൊ ഇനി എന്തായാലും ദാസപ്പന്റെ കല്യാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി വ്ലോഗായിട്ട് വരാനൊക്കെ പോകുന്നത്. അപ്പൊ നമുക്കിനി പോവാം. ഓക്കെ, പോവാം. അപ്പൊ നമ്മൾ നമ്മുടെ വണ്ടിയിലാണ് വന്നത് കേട്ടോ. അപ്പൊ പിന്നെ അച്ഛനും അമ്മയൊക്കെ വീട്ടിലാണ് കേട്ടോ. അച്ഛനും അമ്മയൊക്കെ വീട്ടിലാണ്. അപ്പൊ ഇനി പോണം. ഗൈസ്, അപ്പോൾ ഞങ്ങളിത് അങ്ങനെ പൊക്കോണ്ടിരിക്കുക കേട്ടോ. ഇനി അവിടെ പോയിട്ട് ഇനി കുറേ പരിപാടിയുണ്ട്. ഇനിയും ഡ്രസ്സിൻ്റെ അളവൊക്കെ കൊടുക്കണം. ഇനി അവിടുന്ന് തന്നെ അവർ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്ന കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് ബാക്കി കുറച്ച് ചുമ്മാ കറങ്ങാൻ പോകണം ഇല്ലടാ? കഴിക്കാൻ വേണ്ടി പോകണം. ഷാപ്പിൽ പോകാനായിട്ടൊരു പ്ലാൻ ഉണ്ട്. അവിടെ പോയിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ഷാപ്പിൽ പോകുന്നത് അതിലടാ. ഷാപ്പിൽ പോയിട്ട് കുറച്ചാളായി നമ്മൾ ഷാപ്പിൽ പോയിട്ടല്ലേ? രേശു ഷാപ്പിൽ പോയിട്ടുണ്ടോ? നീ പോയിട്ടില്ല അല്ലേ? ശ്രീകുട്ടി പോയിട്ടുണ്ടല്ലേ? ഞാൻ പോയിട്ട് രേശു ഒന്നും പോയിട്ടില്ല. ഇനി നമുക്ക് അവിടെ ചെന്നിട്ട് ടൈം കിട്ടുവാണ് നമ്മൾ ഇനി ഷാപ്പിൽ പോയാണ് കഴിക്കുന്നത് കേട്ടോ. അപ്പൊ ഇനി എന്തായാലും അവിടെ പോയിട്ട് നിങ്ങളെ ബാക്കി കാര്യങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ നമ്മളിത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മുടെ ചിന്നനെ ശ്രീകുട്ടിയും ഉണ്ണിയും ഫ്രണ്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അപ്പുറത്തേക്കാണ് നമ്മുടെ കടയും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. ഇപ്പൊ ഞങ്ങൾ ഇതേ കയറുവാണ്. എത്ര 8 പേഴ്സൺ ആണ്. അപ്പോൾ നമ്മളങ്ങനെ ഷോപ്പിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതായത് എനിക്ക് കല്യാണത്തിനൊന്ന് ഇടേണ്ട കുർത്തിയായത്. അപ്പോൾ അതിൻ്റെ തുണി ഞങ്ങൾ സെലക്ട് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെറ്റീരിയൽ. അപ്പോൾ അതിൽ കൊടുക്കാനുള്ളൊരു ഡിസൈനുമാണ് നമ്മൾ ഈ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് അല്ലേ? കുറേ ഡിസൈൻസ് ഒക്കെ അവർ കാണിച്ചിട്ടുണ്ട്. എല്ലാം നല്ല നല്ല ഡിസൈൻസ് ആണ്. അതിൽ നമ്മൾ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിനി ബാക്കി ഇനി എന്തോ അതിൻ്റെ എന്തോ ബാക്കി അവരെല്ലാം സെറ്റാക്കി തരും. എന്തോ ഡിസൈൻ്റെ ചെയ്ത് കോളറിൻ്റെ അവിടെ ആരി വർക്കൊക്കെ ചെയ്ത് സെറ്റാക്കി തരും. ഗൈസ്, അപ്പോൾ നമ്മുടെ റിസപ്ഷന് വേണ്ടിയിട്ട് ശ്രീകുട്ടിക്ക് നമ്മുടെ ഇതെന്ത് ലെഹങ്ക നോക്കുവാണ്. അപ്പോൾ ഒരെണ്ണം നമ്മുടെ ബ്രോ ഒരെണ്ണം സെലക്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നെറ്റ് നോക്കാൻ വേണ്ടി പോവാണ്. അതൊക്കെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളാം. നമ്മുടെ ചെറുക്കൻ ഭയങ്കര ചിരിയാ കേട്ടോ. എന്താ മത്സരം അവനെ തന്നെ കണ്ടവൻ ചിരിക്കും. ഇവനെ അന്ത കുരങ്ങ് പോകുമ്പോഴേക്ക് എന്നെ വില. ഫൈനലി നമ്മൾ കുറേ കളറൊക്കെ നോക്കി ഫൈനലി ഒരു ബോട്ടിൽ ഗ്രീൻ, അതല്ലേ ഏട്ടാ ഈ കളർ? ബോട്ടിൽ ഗ്രീൻ ആണ് എനിക്ക് സെലക്ട് ചെയ്തിരിക്കുന്ന കളർ മാത്രം കേട്ടോ. ഇനി ഇതില് ലെഹങ്കയാണ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിട്ട് പോണത്. റിസപ്ഷനുള്ള ഡ്രസ്സ് ലെഹങ്കയാണ്. അപ്പൊ ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് നന്നായിട്ട് ചേരുന്നു ചേട്ടൻ പറഞ്ഞു. അപ്പൊ നമ്മൾ ഈ കളർ തന്നെ സെലക്ട് ചെയ്തിട്ടുണ്ട്. വെച്ച് നോക്കിയപ്പോഴത്തേക്ക് ഇതാണ് ഇച്ചിരി എന്നെ ബ്രൈറ്റ് ആയിട്ട് ഇതാക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു കളറാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമ്മള് ഈ ലെഹങ്കയുടെ ബ്ലൗസ് നല്ല ഹെവി ആയിട്ട് വർക്ക് ചെയ്യും അല്ലേ? വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഹാൻഡ് വർക്ക് ആണ് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ ആന്റി ഗോൾഡ്
സിൽവർ പിന്നെ അതിന്റെ മാച്ചിങ് ഗ്രീനും കളറുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ ഡിസൈൻ ചെയ്യുന്നത്. അപ്പൊ ഇത്രയും കളറിലുള്ള ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ഫുള്ള് ഹെവി ആരി വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പോണത്. ബ്ലൗസിന് വേണ്ടിയിട്ട്. സ്കേർട്ട് സിമ്പിൾ തന്നെ ചെയ്യാം. ബായി അപ്പൊ ഇവിടെ ആരി വർക്ക് ചെയ്യാണ് വേറെ കസ്റ്റമറിന്റെ ലെഹങ്കക്ക്. നോക്കി മെനക്കെട്ട പരിപാടിയാട്ടോ. അതെ, നല്ല ക്ഷമയും കാര്യങ്ങളൊക്കെ വേണ്ട ഒരു പണിയാണ് ഇത്. സമ്മതിക്കണമല്ലേ അവരെ. അളവെടുക്കാനായിട്ട് പിടിച്ചേർത്തിട്ടുണ്ട്. മാസ്റ്റർ അളവെടുക്കാൻ പോണേ. നമ്മള് ജർമ്മനിയിൽ നിന്ന് നമ്മുടെ ക്യാമറമാനെ ഇറക്കിയിട്ടുണ്ട്. ക്യാമറ തിന്നാൻ വരുന്നോ നീ? വരുന്നുണ്ട്, ക്യാമറ ആയിട്ട് വരുന്നുണ്ട്. ഹലോ ഗൈസ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞാൻ സുഖമായിട്ട് ഇരിക്കുന്നു. ഞാനും ചോദിച്ചു സുഖമാണെന്ന് ഞാൻ ചോദിച്ചു. സുഖമായിട്ടിരിക്കുന്നത് സുഖമല്ലേ എല്ലാവർക്കും? ഇപ്പൊ കണ്ണന്റെ കല്യാണത്തിനാണെങ്കിലും ഉണ്ണിയുടെ കല്യാണത്തിനാണെങ്കിലും കറക്റ്റ് സമയത്ത് എപ്പോഴും എനിക്ക് എത്താൻ പറ്റുന്നുണ്ട്. അതാണല്ലേടാ, അതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. നീ വിചാരിച്ചോ ഞാൻ വരാൻ പറ്റുമെന്ന്? എനിക്ക് ഞാൻ പോയിട്ട് ഇവിടെ ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അവിടെ ജയിലിലായിരുന്നു, അവർ പിടിച്ചിട്ടേക്കുമായിരുന്നു. ഞാൻ ഇപ്പോൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോൾ തന്നെ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റി. പിന്നെ എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞായിരുന്നു ഉണ്ണിയുടെ കല്യാണം ഇന്നപോലെ ഓഗസ്റ്റിലുണ്ടെന്ന്. പക്ഷേ കറക്റ്റ് സമയത്ത് ഞാൻ എത്തിക്കായി. കല്യാണത്തിന് അടിച്ചു പൊളിക്കും. ഞങ്ങളുടെ എല്ലാവരുടെ അളവെടുക്കലൊക്കെ കഴിഞ്ഞപ്പോഴേ കണ്ണൻ ചേട്ടൻ്റെ മെഷർമെന്റ്സ് ഒക്കെ എടുത്തോണ്ടിരിക്കുവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേടി പോകും അങ്ങോട്ട് ഫുഡ് കഴിക്കാൻ. വിശക്കുന്നുണ്ടോ? ഗൈസ്, അപ്പോൾ നമ്മുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉള്ള എല്ലാം തുണികളെല്ലാം കൊടുത്തിട്ടുണ്ട്, തയ്പ്പിക്കാൻ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതെ, ദാസപ്പന്റെ കുർത്ത കോട്ടല്ലേ കോട്ട് സൂട്ടും വേറൊരു കോട്ട. എന്താണ് അതിന്റെ പേര്? കോട്ടിന്റെ പേര് ഏതൊരു സംഭവമാണ്. അതെല്ലാം വരുമ്പോ കണ്ടാൽ മതി. എന്റെ എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. എല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. യേശുവിന്റെ നമ്മുടെ എല്ലാവരുടെയും ഓരോ കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ തയ്ച്ച് റെഡിയാക്കി തരും. അപ്പത്തേന് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. നമ്മൾ ലിഫ്റ്റിൽ പോവാണ്. ലിഫ്റ്റ് അടച്ചിട്ടുണ്ട്. ഈ സ്വിച്ച് ഞെക്കാവും. നിനക്ക് ചലഞ്ച് തരാം. ഈ സ്വിച്ച് ഞെക്കാവും. ഒരു ചലഞ്ച്. പണ്ട് ഹൈദരാബാദിൽ പോയപ്പോ ഇവന്റെ അടുത്ത് നമ്മുടെ ആ ട്രെയിനിന്റെ ഫോൺ അടിക്കാൻ വേണ്ടി പറഞ്ഞിട്ട് ആടിനെ പിടിച്ചോണ്ട് ഓടിയാ ഞാൻ. ശരിയാ. അപ്പൊ നമ്മളിതേ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ താഴെ എത്തിയിരിക്കുന്നു. സെക്കൻഡ് ഫ്ലോർ, ഗ്രൗണ്ട് ഫ്ലോർ. സെക്കൻഡ് ഫ്ലോറിൽ നിന്നും ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമ്മൾ ഇനി തിരിച്ചിനി പോകുന്ന വഴിക്ക് ഇനി കഴിക്കണം കേട്ടോ. തിരിച്ചു പോകുന്ന വഴി എന്നല്ല, ഇപ്പൊ തന്നെ എവിടെ നല്ലൊരു കടയിൽ കയറിയിട്ട് നല്ല ഫുഡ് കഴിക്കണം. നല്ല വിശപ്പുണ്ട് കേട്ടോ. വീഡിയോ കാണുന്നതാണോ? പോയിട്ട് മറ്റന്നാളോ? ശരിയെന്നാ, ഓക്കെ, സന്തോഷം. ഗൈസ്, അപ്പൊ ഞങ്ങള് നല്ലൊരു മന്തി സ്പോട്ട് നോക്കുമായിരുന്നു കേട്ടോ. ഇതാണ് കിട്ടിയിട്ടില്ല. ഇവിടെ ആണെങ്കിൽ ഒരു സ്ഥലം പറഞ്ഞിട്ടുണ്ട് അല്ലേടാ. നമ്മുടെ ഈ ഇപ്പൊ നിൽക്കുന്ന ഒരു ലൊക്കേഷന്റെ അടുത്തായിട്ട് നമുക്ക് പോകാൻ പറ്റുന്ന തബാൻ എമനി മന്തി എന്ന് പറഞ്ഞ. ഓക്കെ, എന്നാ അങ്ങോട്ട് പോകാം. തമാൻ യമനി മന്തി ഇവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഓക്കെ ഓക്കെടാ. കടയ്ക്കകത്ത വീഡിയോസ് ഒന്നും പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. അവിടെ അളവും കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവരുടെ നമ്മളെല്ലാം നോക്കുമായിരുന്നു. അതുകൊണ്ട് പെട്ടെന്ന് പറ്റില്ല. അതിനിടയ്ക്ക് നമ്മുടെ കുഞ്ഞ് കരച്ചിലായിരുന്നു അല്ലേ? അതിൻ്റെ ഇടയ്ക്ക് കരച്ചിലായിരുന്നു. പിന്നെ അവനായിട്ട് പിന്നെ ഞാൻ ദേശം കൂടെ പുറത്ത് നിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി 2-3 ദിവസം കഴിയുമ്പോഴേ അവരെല്ലാം റെഡിയാക്കി സ്റ്റിച്ച് ചെയ്ത കാര്യം ഇനി അത് പോയി മേടിച്ചിട്ട് നിങ്ങളെ കാണിച്ചു തരാം. അവിടെ ഈ കുഞ്ഞാണെങ്കിൽ ഭയങ്കര കരച്ചിലായിരുന്നു. പിന്നെ അവനെ ഞങ്ങൾ പിന്നെ ഓക്കെ ആക്കി എടുത്ത് പിന്നെ എല്ലാം അതിൻ്റെയൊക്കെ പുറകിലായിരുന്നു. പിന്നെ എല്ലാം ആക്കി സെറ്റ് ആയിട്ടുണ്ടോ? അതെ അതെ, നല്ല അടിപൊളി ഡ്രസ്സാണ്. നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അതുകൊണ്ടാണ് കാണിക്കാഞ്ഞത്. എല്ലാം ക്ലോത്തും കാര്യങ്ങളൊക്കെ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ കണ്ട സാധനമല്ല, വീഡിയോക്കകത്ത് കണ്ട ക്ലോത്തും കാര്യങ്ങളൊന്നും ഇല്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫൈനലായിട്ട് സെറ്റ് ചെയ്തത് വീഡിയോ വരുമ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. ഒരു സർപ്രൈസ് ആണ്. അപ്പം ശ്രീകുട്ടിയുടെയും ദാസപ്പൻ്റെയും അടിപൊളി ഡ്രസ്സാണ് കേട്ടോ. അതുപോലെ ഞാനും കുർത്തയാണ് എടുത്തേക്കുന്നത്. കുർത്ത, പിന്നെ രേഷ് ലെഹങ്ക, ഇവൻ കോട്ടും സൂട്ട് ഏതാണ്ട് കേരള. അതെ, വേറെ എന്തോ സംഭവം അതെ, എനിക്കറിയത്തില്ല. ഏതാണ്ട് ഒരു സ്റ്റൈൽ സാധനമാണ്. വെസ്റ്റേൺ ആണെന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും നമ്മളിത് ഇപ്പൊ മന്തി മേടിക്കാനായിട്ട് പോയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂട്ടുകാരി നേരെ ഫ്രണ്ടോട്ട് പോയിട്ടുണ്ട് കേട്ടോ. കൂട്ടുകാരിയാണ് പോകുന്നത്. വെളിയിലായിരുന്നു, ഇപ്പൊ വന്നേ ഉള്ളൂ. ഇവള് ഭയങ്കര റൈഡറാണ് കേട്ടോ. കേറ്റിവിട് കാണിച്ചു തരാം. നമുക്ക് കഴിക്കാനുള്ളതെല്ലാം വന്നിട്ടുണ്ട്. അതെ, ഫ്രിഡ്ജ് വന്നിട്ടുണ്ട്.
ചിക്കൻ വലിയ പീസ് കൂട്ടി നമ്മൾ എടുക്കാൻ വേണ്ടി പോവാണ്. ഡബിൾ പീസ് ഉണ്ടല്ലേ? എല്ലാം മറ്റേ സാധനം ബീഫ് ഞാൻ പറഞ്ഞു. കൈയിട്ട് വരുവാണ്. ബീഫാ കൊള്ളാമെന്നാ പറയുന്നത്. പക്ഷേ ബീഫെന്നൊക്കെ പറഞ്ഞിട്ട് ഇതുണ്ടോ, നല്ല നല്ല വെന്ത സാധനമാണ്. സൂപ്പർ ആണ്. കഴിച്ചപ്പോ നമ്മള് കണ്ട വീട്ടിൽ വന്നിട്ടുണ്ട്. ഇതിന്റെ നാരിയനെല്ലിന്റെ പോലെ നാടും പോലെ ഓ ചിന്ന 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 ആ പാട്ടാണ് ഇഷ്ടം. ചിന്ന 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 ആ പാട്ടോടെയൊക്കെ അറിയൂല. ചിന്ന 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 ആര്യനെല്ലിന്റെ പോലെ നാടും പോലെ ചിന്ന 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 ചാഞ്ചാടുണ്ണി ചാരിഞ്ഞാട് ഞാറ്റുമുടി കുത്തി താളത്തില് ചിന്ന 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 അതാണ് കൊച്ചിന്റെ പാട്ട്. കഴിച്ചപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. അപ്പൊ നമ്മൾ വേണ്ട ശ്രീകുട്ടി പോവാണ്. ഉണ്ണി നമ്മുടെ ദാസപ്പനാണ് കൊണ്ടുവിടാനായിട്ട് പോകണം കേട്ടോ. ട്രെയിനാണ് പോകുന്നത് ഇല്ലച്ചാ. അപ്പൊ ഇന്നത്തെ കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യം ഒന്ന് കാണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സർപ്രൈസ് ആണ്. വീഡിയോ വരുമ്പോൾ കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ട പോലെ ഞങ്ങൾ കാണിച്ച ആ ഒരു ക്ലോത്തോ കാര്യങ്ങളൊന്നും അല്ല വരാനായിട്ട് പോകുന്നത്. നല്ല അടിപൊളി സാധനമാണ് വരാനായിട്ട് പോകുന്നത് അല്ലേ അല്ലേ അല്ല എന്തായാലും പറയണ്ടോ? ഗുളികയായിട്ട് അപ്പോൾ ഗുളിക കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളായിരുന്നു. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നല്ല വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. ഓക്കെ ഓക്കെ ഓക്കെ.